എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തിരിച്ചെത്താം. ശ്രീ സി ചാക്കുണ്ണി, താങ്കൾ റെയിൽവേ രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ റെയിൽവേയിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് 2744 കോടി രൂപയോളം റെയിൽവേ വികസനത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സിൽവർ ലൈൻ പദ്ധതിയെ സംബന്ധിച്ച് സിൽവർ ലൈൻ പദ്ധതിയൊക്കെ കേരളം ഉപേക്ഷിച്ചില്ലേ എന്നായിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഒരു പ്രതികരണം. അതോടൊപ്പം തന്നെ ഈ ശബരിപാത സംബന്ധിച്ചുള്ള ചില സൂചനകൾ അദ്ദേഹം നൽകുകയുണ്ടായി. ഈ ശബരിപാത യാഥാർത്ഥ്യമാക്കുന്നത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായി ഉണ്ടാകുമെന്നുള്ള ചില സൂചനകളാണ് നൽകുന്നത്. പക്ഷേ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു ഏകോപനം തന്നെയാണ്. സംസ്ഥാന സർക്കാർ ചില നടപടികൾ ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് എത്രത്തോളം മുന്നോട്ട് പോകാനായിട്ടുണ്ട്? ശബരിപാത വരാത്തതോ താന്നൂർ ഗുരുവായൂർ പാത വരാത്തതോ റെയിൽവേയുടെ കുറ്റമല്ല, റെയിൽവേ അത് അനുവദിച്ചതാണ്. ഞാൻ അവിടെ പോയി പരിശോധിച്ചൊരു വ്യക്തിയാണ്. നെടുമ്പാശ്ശേരിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ അനുവദിച്ചിട്ട് 2 തവണ തറക്കല്ലിട്ടു. അത് യാത്രക്കാർക്ക് ഗുണകരമായിരുന്നു. അപ്പം നമ്മുടെ ജനങ്ങളുടെ മനോഭാവം മാറണം. ഇപ്പോഴാണ് റെയിൽവേ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിർമ്മാണ ചെലവിൻ്റെ 50% വേണമെന്ന് ആവശ്യപ്പെടുന്നത്. മുഴുവൻ ചെലവും റെയിൽവേ എടുത്ത കാലത്താണ് നമുക്ക് പാലക്കാട് ഒരു കോച്ച് ഫാക്ടറി ലഭിച്ചത്. നമുക്കത് വേണ്ട മതി സമയത്ത് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെയാണ് താന്നൂർ ഗുരുവായൂർ പാത കുറ്റിപ്പുറത്ത് പലതവണ തറക്കല്ലിട്ടത്. അതേപോലെ ശബരിപാത, ആ മീറ്റിങ്ങിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. ഒരു കമ്പനി മീറ്റിംഗ്, അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ച മീറ്റിങ്ങിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഞാൻ. നമ്മുടെ കേരളത്തിൽ തന്നെ ഒന്നാമത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ പ്രാദേശികമായ ഇടപെടൽ വരുന്നു. ഒരു ഭാഗത്ത് താന്നൂരിൻ്റെ കാര്യം ഗുരുവായൂർ പാത പറയണമെങ്കിൽ അത് കുറ്റിപ്പുറത്ത് വേണമെന്നൊരു ഭാഗം പറയുമ്പോൾ അത് തിരൂർ വേണമെന്ന് വേറെ ഭാഗം പറയുക ചെയ്യുന്നത്, തിരുനാവായെന്ന് വേറെ ഭാഗം പറയണം. അപ്പോൾ ഒരു ഏകോപനം നമ്മുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ആദ്യം ഏകോപനം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ റെയിൽവേ പദ്ധതികളൊക്കെ അന്ന് ഇത്രയും ചെലവ് വരില്ലായിരുന്നു. അന്നത്തെ എസ്റ്റിമേറ്റിൻ്റെ 10 മടങ്ങ് ചെലവ് വർദ്ധിച്ചു. അപ്പോൾ റെയിൽവേ പുതിയ നിബന്ധന വെച്ചു. അത് ഞാൻ ന്യായീകരിക്കുന്നില്ല. 50% സംസ്ഥാന സർക്കാർ വഹിക്കുന്നത്. ഈ റെയിൽവേയുടെ വരുമാനം 100% കൊണ്ടുവന്നത് റെയിൽവേയാണ്. മുൻകാലങ്ങളെക്കാൾ എത്രയോ റെയിൽവേയുടെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ആവർത്തിക്കുന്നില്ല, സീനിയർ സിറ്റിസൺ കൺസൾട്ടൻ തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3000 കോടിയോളം രൂപ ലഭിച്ചു കഴിഞ്ഞു റെയിൽവേക്ക്. പിന്നെ നമ്മൾ 2-3 മാസം മുമ്പ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ പൈസ ലഭിക്കുക. അതുപോലെ തന്നെ ഏതാനും സീറ്റുകൾ മാത്രമേ നമുക്ക് സാധാരണ നിരക്കിൽ കിട്ടുള്ളൂ. ഡൈനാമിക് പ്രൈസാണ്. പിന്നെ അത് കഴിഞ്ഞ് തത്കാലായി, പ്രീമിയം തത്കാലായി. എന്നിട്ടോ വേണ്ടത്ര വണ്ടികളുമില്ല, ആവശ്യമില്ല. നമ്മൾ കേരളത്തിൻ്റെ സൗകര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയില്ല. ശബരിമല തീർത്ഥാടകർക്ക് നമ്മൾ കുറേയൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നെങ്കിലും കോവിഡിന് ശേഷം ഗണ്യമായിട്ട് യാത്രക്കാർ വർദ്ധിച്ചിരിക്കുക. ഗുരുവായൂർ എല്ലാ കാലത്തും നമ്മുടെ വിശ്വാസികൾ വരുന്ന സ്ഥലമാണ് ഗുരുവായൂർ. ഈ ഗുരുവായൂർ തൊട്ടടുത്തുണ്ട് ആനക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലം. ഈ ആനക്കോട്ട സ്ഥലം അത് നമ്മൾ പഠിക്കേണ്ട ശ്രീലങ്കയിലുണ്ട് എലിഫന്റ് ഓർഫനേജ്. അത്രയും ആനകൾ ആനക്കോട്ടയിലുണ്ട്. അവിടെ ആ എലിഫന്റ് ഓർഫനേജ് വെച്ചിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്തുകൂടാ? അത് പല മാറി വന്ന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ ഉൾപ്പെട്ടവരൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ടൂറിസം മാർക്കറ്റ് ചെയ്യാന്നുള്ളതിന് ഇപ്പോൾ കുറേ മാറ്റങ്ങൾ കേരള സർക്കാർ വന്നിട്ട് ടൂറിസം മന്ത്രിയൊക്കെ താല്പര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി പറഞ്ഞ ഏറ്റവും വലിയ പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. ഈ പ്രസ്ഥാനം വന്നപ്പോൾ ഞാൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് ഹോങ്കോങ് ചേംബറുടെ ക്ഷണപ്രകാരം ഞങ്ങൾ അവിടെ ട്രേഡ് ഫെയറിന് പോയി. ചൈനയിൽ പോയി നോക്കുമ്പോൾ ആ ഉൽപ്പാദനത്തിൽ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. കേരളത്തിലെ ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലാണ് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. ആ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വളരെ നല്ല ഇതായിരുന്നു. അത് നമുക്ക് ഇപ്പോൾ ഡൽഹി ഭാഗത്തൊക്കെ ചെയ്യാം, ഹരിയാനയിലൊക്കെ കുറെ ചെയ്യാൻ കഴിയും, കേരളത്തിൽ പറ്റില്ല. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇന്ത്യക്ക് മൊത്തത്തിലുള്ളതാണ്. ആ മോദിജിയുടെ ആ ഐഡിയ നമ്മളെടുക്കാൻ നമുക്ക് കുറേ കയറ്റുമതിയിലേക്ക് പോകാം. പിന്നെ ഇവിടെ കേരളം അഭിമുഖ പ്രശ്നം എന്താ? മാലിന്യ സംസ്കരണം. ഞങ്ങൾ നയാഗര പോയിക്കൊണ്ടു, ഞാൻ പോയതിനെ പറ്റി പറയാനല്ല. അവിടെ നയാഗര എന്നുള്ള മാലിന്യം സംഭരിച്ച് വരുമ്പോഴേക്കും അത് ക്യാപ്സൂളായി ഒരു വരുമാനമാക്കി മാറ്റിയാൽ ചെയ്യുന്നത് മാലിന്യം. ഇവിടെ മാലിന്യം നമുക്കൊരു ഉപദ്രവമായി മാറ്റിയാൽ ചെയ്യുന്നത്.
ഇനി നമുക്ക് വരാൻ പോകുന്നത് ഇതുവരെ മാലിന്യം ഇതിനു പുറമെ ഇലക്ട്രോണിക് മാലിന്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പണ്ടത്തെ പോലെ നമ്മൾ AC ഫ്രിഡ്ജൊന്നും നന്നാക്കുന്നില്ല. അതിനും കൂടി നമ്മൾ മുൻകൂട്ടി കാണണം. ഒരു ദീർഘവീക്ഷണത്തോടു കൂടി വേണം നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കാൻ. അതിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ മാതൃക കേരളത്തിൽ വേണമെന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം നടപ്പാക്കുന്നുണ്ട്. ഈ KSRTCയുടെ കാര്യം തമിഴ്നാട്ടിൽ ഇതിലും കുറഞ്ഞ റേറ്റിൽ ലാഭകരമായിട്ട് അവിടുത്തെ RTC നടത്തുന്നുണ്ട്, കർണാടകയിൽ നടത്തുന്നുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് നടത്താൻ കഴിയുന്നില്ല? ഇവിടെ അതിപ്രസരാണ്. ഞാൻ ഏറെ ബഹുമാനത്തോട് പറയട്ടെ, യൂണിയനുകളുടെ അതിപ്രസരമാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. കേരളത്തിൽ അന്തരീക്ഷം കുറെ മാറിയിട്ട് എങ്കിലും നോക്കുകൂലിയൊക്കെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടെങ്കിലും പഴയ മാതിരിയുള്ള തൊഴിലാളി പ്രശ്നങ്ങളോ സമരങ്ങളോ ബന്ധുക്കളോ ഇല്ല. 10 കൊല്ലം മുമ്പ് ഗുജറാത്തിൽ അതേപറ്റി പഠിക്കാൻ വേണ്ടി ഞാൻ എല്ലാ സംസ്ഥാനം പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ സംഘടന പ്രതിസംഘം പോയിരുന്നു. അപ്പോൾ ഗുജറാത്തിൽ പോയപ്പോൾ അവിടുത്തെ മലയാളികൾ ഞങ്ങളെ കാണാൻ വന്ന് അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ 10 കൊല്ലത്തിലൊരു ദിവസമാണ് അവിടെ ഒരു ഹർത്താൽ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ കുറേ സമാധാനം ഉണ്ടെങ്കിലും കൂട്ടിയിട്ട് തുടരത്തുള്ള ഹർത്താലായിരുന്നു. ഇവിടെ ഏറ്റവും ചെലവില്ലാത്ത പ്രഖ്യാപിക്കാവുന്ന ഒരു സമരമുറയാണ് ഹർത്താൽ. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ധനസ്ഥിതിയെ പറ്റിയിട്ട് മേഡാണോ അവരെ സൂചിപ്പിച്ചു. അത് മറികടക്കാൻ ധാരാളം സൗകര്യമുണ്ട്. ഇവിടുത്തെ കുടിശ്ശിക പിരിക്കണം, വരുമാനങ്ങൾ കൃത്യമായിട്ട് എടുക്കണം. ഈ വിഴിഞ്ഞം പോർട്ട് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയുടെ 1ാം സ്ഥാനത്ത് എത്താൻ കഴിയും. കേരളം പല കാര്യത്തിലും മാതൃക കാണിച്ച കാര്യമാണ്. ഇവിടെ എനിക്ക് ഒന്നും കൂടി മുന്നിൽ പറയാനുള്ളത്, നമ്മൾ ഈ ബഡ്ജറ്റിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. ബഡ്ജറ്റ് ചർച്ചാ വേളയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ജനപ്രതിനിധികൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായിട്ട് എയിംസ് പോലുള്ള കാര്യങ്ങൾക്കും ഈ സീനിയർ സിറ്റിസന്റെ ഇളവിനൊക്കെ ഒന്നും ചർച്ചയിൽ പങ്കെടുത്ത് ശരിക്കും ഉന്നയിക്കുകയാണെങ്കിൽ അതിന് അനുകൂല നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ അനുഭവം നമുക്കുണ്ട്. 2013 ബഡ്ജറ്റ് വേളയിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുത്തിയില്ല വികസന കാര്യത്തിൽ. ബഹുമാനപ്പെട്ട MK രാഘവൻ MP അത് ഉന്നയിക്കുകയും അത് നമുക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു അവസാന വാക്കായിട്ട് ഇതിനെപ്പറ്റി കണ്ടു. ഈ ബഡ്ജറ്റ് ഒരുപാട് നല്ല വശങ്ങൾ നമ്മൾ കാണണം. പലിശരഹിത വായ്പ ഇവിടെ താങ്കൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മനോഭാവത്തിലും ഒപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിലും ഒക്കെ ഒരു മാറ്റമുണ്ടെങ്കിൽ മാത്രമേ നാടിൻ്റെ ഒരു സമഗ്രമായൊരു വികസനം സാധ്യമാവുകയുള്ളൂ.